പ്രവാസി ലോകം പ്രതിസന്ധിയിൽ. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സൈനിക നീക്കം 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഗൾഫ് മേഖലയിലെ വ്യോമഗതാഗതം താറുമാറായിരിക്കുകയാണെങ്കിലും പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിലെ US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായതോടെയാണ് മേഖലയിലെ സ്ഥിതിഗതികൾ സങ്കീർണമായത്. ശനിയാഴ്ച മുതൽ മിഡിൽ ഈസ്റ്റിലെ പ്രധാന വിമാനത്താവളങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. നിലവിൽ പകുതിയിലധികം അന്താരാഷ്ട്ര സർവീസുകളും റദ്ദാക്കപ്പെട്ട നിലയിലാണ്. എന്നാൽ 5ാം ദിവസമായ ബുധനാഴ്ച സൗദി അറേബ്യയും ഒമാനും തങ്ങളുടെ വിമാനത്താവളങ്ങളിൽ നിന്ന് ഭാഗികമായി സർവീസുകൾ പുനരാരംഭിച്ചത് പ്രവാസികൾക്ക് ആശ്വാസം പകരുന്നുണ്ട്. സൗദിയ, എമിറേറ്റ്സ് തുടങ്ങിയ എയർലൈനുകൾ ഇതിനോടകം സർവീസുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദുബായ്, അബുദാബി എന്നിവിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർ റോഡ് മാർഗവും അതിർത്തി കടന്ന് വിമാനത്താവളങ്ങളിൽ എത്താൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. യുദ്ധം കാരണം വ്യോമപാതകൾ അടഞ്ഞുകിടക്കുകയാണെങ്കിലും ഇന്ത്യക്കാർക്ക് ഇപ്പോഴും വളരെ കുറഞ്ഞ വിലക്ക് ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതേസമയം ഗൾഫ് മേഖലയിലെ സംഘർഷം ഇന്ത്യയിലെ വിമാനത്താവളങ്ങളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ബംഗളൂരുവിലെ കൊമ്പെഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് പുറപ്പെടേണ്ടിയിരുന്ന 34 സർവീസുകളാണ് റദ്ദാക്കിയത്. ഇതിൽ ഭൂരിഭാഗവും അബുദാബി, ദുബായ്, ദോഹ, ജിദ്ദ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ്. യുദ്ധം നീണ്ടുപോയാൽ വരും ദിവസങ്ങളിലും സർവീസുകൾ അനിശ്ചിതത്വത്തിലാകാൻ സാധ്യതയുണ്ട്.